ഇപ്പോൾ താങ്കൾ പിന്നെ ഒരു നിയമസഭാ സാമാജികനാണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവാണ്. താങ്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനം എന്ന് പറയുന്നത് ഒരു ലോക്കൽ പ്രശ്നത്തിലല്ല, ഒരു ജില്ലാ പ്രശ്നത്തിൽ പോലുമല്ല, മറിച്ച് ഈ സംസ്ഥാനത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് താങ്കൾ പല തവണ പല കാര്യങ്ങൾ പറയുകയും അതിനോടൊക്കെ വളരെ നിഷ്ക്രിയവും നിസ്സംഗവുമായ സമീപനം അദ്ദേഹം എടുക്കുകയും ചെയ്തു. ഇപ്പം ഞാനൊന്നും അദ്ദേഹത്തോട് പറയാറില്ല എന്ന് തന്നെ താങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ തൊട്ടു താഴെ ഇരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരായിട്ട് ശക്തമായ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ അത് വലിയ ഗുരുതരമായ ഒരു കേന്ദ്രത്തിലേക്കാണ് ആരോപണങ്ങളെല്ലാം എത്തുന്നത്. അത് താങ്കൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളിലേക്കാണ് ആരോപണം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ആരോപണം സംസ്ഥാനത്തെ ഒരു MLA, ഭരണകക്ഷിയിൽപ്പെട്ട MLA, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ CPM എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ താങ്കൾക്കൊരു രാഷ്ട്രീയ പിന്തുണ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് കിട്ടിയിരിക്കണമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ എന്തായിരിക്കും താങ്കളുടെ മറുപടി? അതിനെനിക്ക് മറുപടി ഇല്ല ഉണ്ണി. ഞാൻ ഒറ്റ കാര്യം പറയട്ടുണ്ടി. ഈ വിഷയം തുടങ്ങുന്നത്, ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇഷ്യൂ തുടങ്ങുന്നത് SP ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടാണല്ലോ, അതിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. കൃത്യമായ ഡോക്യുമെൻറ്റ്സ് പത്രക്കാർക്ക് കൊടുത്തല്ലോ. 55,000 രൂപക്ക് ഈ പറയുന്ന സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട കൊടുത്ത മരം, അത് വീണ്ടും അപ്സെറ്റ് പ്രൈസ് നിശ്ചയിച്ച് 20,000 രൂപക്ക് എങ്ങനെയാണ് വിറ്റത്? ഈ മരം ആരാണ് കടത്തിയത്? ഈ മരം ഫർണിച്ചർ ഉണ്ടാക്കിയത് ആരാണ്? ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ. എന്താ ഉണ്ണി അതിൻ്റെ മുകളിൽ ഈ ADGP ഒരു അന്വേഷണത്തിന് ഉത്തരവിടാത്ത ഉണ്ണി? ഇപ്പം ഈ സുജിത് ദാസ് എന്നോട് സംസാരിച്ചിട്ട് ഉത്തരവിട്ടു എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം അടക്കമുള്ളവർ ഇൻവോൾവ് ആയ ഈ തേക്ക് മരമടക്കം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ കേസിൽ ഒരു പരാതി നൽകി ഈ വിഷയങ്ങൾ ഇവിടെ എത്തിയിട്ടും എന്താണ് എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണി ഈ ADGP അത് അന്വേഷിക്കണമെന്ന് പറയാത്തത്? ഞാൻ അന്ന് ഈ പോലീസിൻ്റെ ക്യാമ്പിൽ മുന്നിലിരുന്നപ്പം പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താ? ഇത് അന്വേഷിക്കണം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം കോടതിയുടെ നിരീക്ഷണത്തിൽ, അല്ലേ? എന്തെങ്കിലും ഒരു ഓർഡർ വന്നോ? 50 സെൻറ്റ് സ്ഥലം ഉണ്ണി, പ്ലീസ് കേൾക്കൂ. എടക്കര പോലീസ് സ്റ്റേഷൻ, നിങ്ങളൊന്ന് നിങ്ങളുടെ ഇവിടുത്തെ റിപ്പോർട്ടറോടൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയണം. മഴ പെയ്യുമ്പോൾ പാൻറ്റ് കയറ്റിയിട്ട് ആളുകൾ നിൽക്കുന്നത് പോലീസുകാർ, അത്ര ദയനീയമാണ്. അവിടെയുള്ള പോലീസുകാർ പല തവണ കണ്ട് ഞാൻ MLA ആയതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിത്തരണം. അങ്ങനെ അവിടെ നമ്മൾ പ്രാദേശിക കമ്മിറ്റി ഉണ്ടാക്കി 50 സെൻറ്റ് സ്ഥലം ഉണ്ണി ഒരു ഫാമിലി 8-9 പേര് ചേർത്ത് തന്നതാണ്. അത് അന്നത്തെ SP 19-ലാണെന്ന് തോന്നുന്നു, എനിക്ക് 18-ലോ 19-ലാണ്. ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ പേരിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ഈ സാധുക്കൾ. കൊല്ലം 5ആയി. ഈ വിഷയത്തിൽ പല തവണ ഞാൻ കത്ത് കൊടുത്തു. എന്താ നടക്കാത്തത്? ഇപ്പം അവരെന്നെ സമ്മർദ്ദത്തിലായി. ഞങ്ങൾക്ക് ആ സ്ഥലം തിരിച്ചു തരണം. സ്വാഭാവികമല്ലേ? പോലീസ് സ്റ്റേഷൻ പർപ്പസിന് വേണ്ടി മാത്രം നൽകുന്നു, ദാനം ചെയ്യുന്നു. അതാണ് ഇതിലുള്ളത്, എന്താ പറയുക, നമ്മൾ ആധാരത്തിലുള്ളത്. അതെന്താ ചെയ്യാത്തത്? അത് ചവിട്ടിയിരിക്കുന്നത് ഈ MR അജിത് കുമാറാണ്. എന്താണ് MLAയുടെ മണ്ഡലത്തിൽ വേണ്ട? ഞാൻ കഴിഞ്ഞ 1 വർഷം അതിൻ്റെ പിന്നാലെ പോയി ഞാൻ വിട്ടു. അത് ഞാനിപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് റിട്ട് ഫയൽ ചെയ്തു. ഈ വീട്ടുകാരോട് വക്കീലിനെ ഞാൻ ഏൽപ്പിച്ചു തരാം, ഫീസ് ഞാൻ കൊടുക്കാം, നിങ്ങൾ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കാം ഞാൻ. ഇതെന്താ വെള്ളരിക്ക പട്ടണം ഉണ്ണി? താങ്കൾ ഈ പറയുന്നത് ADGP MR അജിത് കുമാറിന്റെ സ്വാധീനത്തെ കുറിച്ചാണല്ലോ. അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ അനങ്ങുന്നില്ല. അദ്ദേഹം പരാതിപ്പെട്ടപ്പോൾ ഇതാ SP സുജിത് ദാസിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ആരാണ്? P ശശിയാണ്. P ശശി ആ സ്ഥാനത്ത് ഇരിക്കരുത് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? P ശശിയെ മാറ്റേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അയ്യോ ഇത്ര വലിയ കാര്യമൊന്നും എന്നോട് പറയരുത്. എനിക്ക് അങ്ങനത്തെ ഒന്നും ഒരു അഭിപ്രായമില്ല. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അത് അസസ് ചെയ്തിട്ട് തീരുമാനം എടുക്കേണ്ടത് ഈ പാർട്ടിയല്ലേ? അതവർ ആ കാര്യം കൂടിയും പിന്നെ ഞാൻ ഈ പണിയെടുത്ത പിന്നെ ഈ വേറെ ഇതിലെന്താ അർത്ഥമുള്ളത്? നമ്മൾ അത്രയും വലിയൊരു അഹങ്കാരിയായി പോകില്ലേ? ഞാൻ ഇപ്പോഴും ഈ ആ കാര്യങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതൊന്നും എനിക്കറിയില്ല. അനുസൃതി എനിക്കറിയില്ല, എനിക്കതിനെ പറ്റി പറയാനറിയില്ല. അതൊക്കെ നോക്കട്ടെ, നമുക്ക് നോക്കാം, നമുക്ക് കാണാമല്ലോ, നമ്മളെല്ലാവരും ഉണ്ടാവുമല്ലോ. ജിൽസി നമുക്ക് നിർത്താം. ഞാൻ ഒരു ചോദ്യം അത് എന്നെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ താങ്കൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഫോൺ സംഭാഷണങ്ങൾ MR അജിത് കുമാർ ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്.
സ്വകാര്യതയിലേക്കുള്ള വലിയ കടന്നുകയറ്റമാണ്. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തിനൊക്കെ അപ്പുറം എൻ്റെ ഫോൺ ചോർത്താനോ അല്ലെങ്കിൽ അങ്ങയുടെ ഫോൺ ചോർത്താനോ ഇവിടെ ആർക്കും അവകാശമില്ല. ഒരു സൈബർ സെല്ല് ഉണ്ടാക്കി അതിനകത്തൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ഇരുത്തിക്കൊണ്ട് നിരന്തരം ഇദ്ദേഹം നമ്മളുടെയൊക്കെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് തന്നെ പറഞ്ഞത് അങ്ങ് ചിലപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ 4-5 ആളുകൾ ഒരേ സമയം സംസാരിക്കുന്നത് കേൾക്കാം എന്നാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് അങ്ങ് സംശയിക്കുന്നത്? എൻ്റെ ഉണ്ണി, ഞാനിപ്പോൾ എന്താ അറിയാം, ഇങ്ങനെ പറയാൻ വയ്യ. ഇതൊരു എന്താ ലക്ഷ്യം? നീ എന്താ ലക്ഷ്യം? ലക്ഷ്യം പരന്ന് കിടക്കുകയല്ലേ? വളരെ വളരെ ക്ലിയർ അല്ലേ? ഈ സംവിധാനത്തിനെ തകർക്കാനുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞു, ആട്ടിൻതോലിട്ട ചെന്നായ, അതിലപ്പുറമൊന്നുമില്ല. അതിനാരെങ്കിലും കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിലും അതിനല്ലേ. അതായത് ഈശാൽ എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു, അതിൻ്റെ സാധ്യതകൾ അനന്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിപ്പം മാധ്യമപ്രവർത്തകരുടെ ചോർത്തുന്നു, പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ആളുകളുടെ ഫോൺ ചോർത്തുന്നു, മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു. ഇനി എനിക്കറിയില്ല മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ആധിപത്യം അദ്ദേഹത്തിനുണ്ടാകും അല്ലേ? എല്ലാ ഇൻഫർമേഷനും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് അകത്തുനിന്നുമുണ്ട് പുറത്തുനിന്നുമുണ്ട്. അപ്പം അങ്ങനെ വളരെ കരുത്തനായിരിക്കുന്നു അദ്ദേഹം. ഉണ്ട്. ഇപ്പോൾ ഉണ്ണി, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് വലിയ എന്താ പറയുക, ഞാൻ അന്തപ്പെട്ടു പോയി. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹം ഈ കാര്യങ്ങൾ, ചില ഇൻഫർമേഷൻ തരാൻ വേണ്ടി വളരെ സ്വകാര്യമായ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ ചിലത് പറഞ്ഞിരുന്നത്. എൻ്റെ ഉണ്ണി, അജിത് കുമാർ തിരുവനന്തപുരത്തോ കാസർഗോഡോ എവിടെയോ കിടക്കുക, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പം അജിത് കുമാറിൻ്റെ പേര് പറയുമ്പോൾ ഇദ്ദേഹം വിറക്കുകയാണ്. അപ്പം എന്താ സംഭവം? നീ എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, നിങ്ങൾ എന്തിനാണ് വറക്കുന്നത്? അല്ല സാറേ ഞങ്ങളെ കൈവിടരുത്, ചതിക്കരുത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണ്ട, നിങ്ങൾ വന്നാൽ നമുക്ക് പിരിച്ചുവിടാം. അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, എന്തുമാത്രമാണ്. ഞാൻ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞ, പണ്ട് ദാവൂദ് ഇബ്രാഹിമിൻ്റെ പേര് കേൾക്കുമ്പം മുമ്പേ കിടുങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ ചങ്ങാതിനെ ഓർക്കുമ്പോഴേ ഈ പാവപ്പെട്ട പോലീസുകാരെ കയ്യും കാലും വറക്കുക. ഇതെന്ത് പോലീസിംഗ് ഉണ്ണി? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അവസാനമായി ഒറ്റ ചോദ്യം കൂടി. രാഷ്ട്രീയത്തിൽ താങ്കൾ വിജയിക്കുന്ന പോരാട്ടം നടത്തിയ ആളാണ്. പക്ഷേ ഇത് മറ്റാരും ഏറ്റെടുക്കാത്ത പോരാട്ടമാണ്. താങ്കൾ പറഞ്ഞതുപോലെ താങ്കളും താങ്കളുടെ ദൈവവും മാത്രമാണ് ഈ പോരാട്ടത്തിലുള്ളത്. ഈ പോരാട്ടം അത് വിജയിക്കുന്നവരെ തുടരും എന്നുള്ള വിശ്വാസം തന്നെയാണോ ഇപ്പോൾ താങ്കളെ നയിക്കുന്നത്? ഒരു ഘട്ടത്തിലും അത് നിർത്തില്ല എന്ന് ഉറപ്പുണ്ടോ? എനിക്ക് ആയുസുണ്ടെങ്കിൽ ശ്രുതി, എന്ത് തടസ്സം വന്നാലും തുടരും. ഒരു തർക്കമില്ല. ഇത് എനിക്ക് തടസ്സം വരാനില്ല. എന്ത് തടസ്സം വരാനില്ല? എൻ്റെ മരണവും എൻ്റെ ആരോഗ്യം അല്ലാതെ വേറൊന്നും അതിൽ വരാനില്ല. ഇവർക്ക് പല രീതിയിലും അത് കൈകാര്യം ചെയ്യാമല്ലോ. എത്ര അപകട മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇന്ന് വരെ തെളിയിക്കപ്പെടാത്ത ഉണ്ടായിട്ടില്ലേ? നമ്മൾ 24 മണിക്കൂറും റോട്ടിലല്ലേ? എത്ര ദുരൂഹമായ കൊലപാതകങ്ങൾ ഇവിടെ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പം ഞാനൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. നമ്മൾ തലയും വാലും ഇല്ലാതെ കാട്ടിലും മലയിലും ഈ പറയുന്ന ആഫ്രിക്കയിലും നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു അന്തംവിട്ട വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഒരു പ്ലാനിങ്ങിന് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം.